വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഭയം ലേശം ഏശാതെ ദൈവത്തിനായി ഏകനായി നിന്നുകൊണ്ട് പോരാടിയ ഏലിയ പ്രവാചകൻ ഈസബേൽ എന്ന സ്ത്രീയുടെ ഭീഷണിക്ക് മുൻപിൽ ഭയപ്പെട്ട് ജീവൻ രക്ഷിപ്പാനായി ഓടിപ്പോയി എന്ന് 1 രാജാക്കന്മാർ 19:3 വായിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച് രാജാവും പ്രജകളും വിഗ്രഹത്തെ സേവിച്ചപ്പോൾ ഒട്ടും ഭയപ്പെടാതെയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് രാജാവിനെ അറിയിക്കുവാൻ ഏലിയാവ് നിന്നത്. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് രാജാവും രാജാവിൻ്റെ പിതൃഭവനവുമാകുന്നു എന്ന് പറയുവാനും ഏലിയാവ് ഭയപ്പെട്ടില്ല. 1 രാജാക്കന്മാർ 18:18. ഭയമില്ലാതിരുന്ന ഏലിയാവ് ഇപ്പോൾ ഭയപ്പെടുന്നു. ഏലിയാവ് ഭയപ്പെടുവാനുള്ള കാരണം എന്തായിരിക്കാം? ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ നൽകുന്ന ആലോചനകൾക്കനുസരിച്ച് പ്രവർത്തിപ്പാനാണ്. ദൈവം നൽകുന്ന ആലോചനയല്ലാതെ മറ്റൊന്ന് പറയുവാൻ വിശ്വാസിക്ക് അനുവാദമില്ല. ആഹാബിൻ്റെ അടുക്കൽ ഏലിയാവിനെ അയക്കുമ്പോൾ ദൈവം നൽകിയ നിർദ്ദേശം, നീ നിന്നെ തന്നെ ആഹാബിനെ കാണിച്ച് ദൈവം ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുവാൻ പോകുന്നു എന്ന് പറക. 1 രാജാക്കന്മാർ 18:1. എന്നാൽ ദൈവത്തിൻ്റെ നിർദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ച് ഏലിയാവ് ഒരു യാഗത്തിനുള്ള ക്രമീകരണമാണ് ചെയ്യുന്നത്. 1 രാജാക്കന്മാർ 18:23. ആകാശത്ത് നിന്നും തീ ഇറക്കി യാഗവസ്തുക്കളെ ദഹിപ്പിച്ചതിന് ശേഷമാണ് ആഹാബിനോട് മഴ പെയ്തതിനെക്കുറിച്ച് ഏലിയാവ് പറഞ്ഞത്. 1 രാജാക്കന്മാർ 18:41. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന ഉത്തമ വിശ്വാസമാണ് തീയിടാതെ യാഗപീഠത്തിൽ യാഗമൃഗത്തെ അറക്കുക എന്ന് ഏലിയാവ് പറയുവാനുള്ള കാരണം. ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന ഏലിയാവ് എന്നാൽ ഈ യാഗം ദൈവത്തിൻ്റെ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടതല്ല എന്ന് ചിന്തിച്ചില്ല. ദൈവനിർദ്ദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഏലിയാവ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏലിയാവ് അനുസരണക്കേട് കാണിച്ചു. എങ്കിലും ഏലിയാവിൻ്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. ഏലിയാവിൻ്റെ പ്രാർത്ഥനയെ തുടർന്ന് ആകാശത്ത് നിന്ന് തീ ഇറങ്ങി യാഗവസ്തുക്കളെ ദഹിപ്പിച്ചു. ഈ സംഭവം ഏലിയാവിൻ്റെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ തീഷ്ണത ദൈവനിർദ്ദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് കാരണമായി. തൽഫലമായി രാജാവിൻ്റെ മുൻപിൽ ഭയപ്പെടാതെ നിന്ന ഏലിയാവ് ഈസബേലിൻ്റെ ഭീഷണിക്ക് മുൻപിൽ ഭയപ്പെട്ടു ജീവൻ രക്ഷിപ്പാനായി ഓടിപ്പോകുന്നു. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. യാക്കോബ് 5:17-18 വാക്യങ്ങളിൽ പറയുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നാൽ വിശ്വാസം ദൈവ ഇഷ്ടത്തിന് അനുസരണമായിരിക്കണം. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ ഹിതം പോലെ നടക്കുകയും ചെയ്യുന്നതല്ല വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്. ദൈവ ഇഷ്ടം അറിയാതെ സ്വന്തം ഹിതപ്രകാരം യാഗത്തിന് ക്രമീകരണം ചെയ്ത ഏലിയാവിൻ്റെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടമായില്ല എന്നതിൻ്റെ തെളിവാണ് ഈസബേലിൻ്റെ ഭീഷണിക്ക് മുൻപിൽ ഭയപ്പെടുവാനുള്ള കാരണം. വിശ്വാസ ജീവിതം എന്നത് ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്നതാണ്. ആകാശത്ത് തീയിറക്കി യാഗവസ്തുക്കളെ ദഹിപ്പിച്ച അത്ഭുത സംഭവം ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുന്നതിന് കാരണമാകും എന്ന് ഏലിയാവ് ചിന്തിച്ചിരിക്കാം. എന്നാൽ അത്ഭുതം കണ്ട ജനം യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞതല്ലാതെ ആരും തന്നെ ഏലിയാവിനോട് ചേരുവാൻ തുനിഞ്ഞില്ല. അതിന് തെളിവാണ് 1 രാജാക്കന്മാർ 19:10 വാക്യം. ഇവിടെ ഏലിയാവ് ദൈവത്തോട് പറയുന്നത്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും ദൈവഹിതത്തിന് അനുസരണമല്ലാതെയുള്ള ഒരു പ്രവൃത്തി കൊണ്ടും ദൈവത്തിന് വേണ്ടി ജനത്തെ നേടുവാൻ കഴിയില്ല. ജനത്തെ നേടുവാൻ കഴിയാതിരുന്നത് ഏലിയാവിൽ നിരാശ ഉളവാക്കി. നിരാശ ഏലിയാവിനെ ഭയത്തിലേക്ക് നയിച്ചു. നിരാശയുടെ വാക്കുകളാണ് 1 രാജാക്കന്മാർ 19:4 വാക്യം.
ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. വിശ്വാസ ജീവിതത്തിൽ നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്നതാണ് നിരാശ. എന്നാൽ നിരാശയുടെ അനുഭവത്തിലും ദൈവം നമ്മെ കൈവിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. എബ്രായർ 13:5. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് പറയാം, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? എബ്രായർ 13:6. ദൈവഹിതത്തിന് വ്യതിചലിക്കാതെ പൂർണ്ണ അനുസരണത്തിലായിരിക്കട്ടെ നമ്മുടെ വിശ്വാസ ജീവിതം. അനുസരണക്കേട് നിരാശയിലേക്കും ഭയത്തിലേക്കും നയിക്കും. എങ്കിലും കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. കർത്താവെ, നിന്നിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിന്റെ ഇഷ്ടം മാത്രം അനുസരിക്കുവാൻ എന്നെയും പഠിപ്പിക്കണമേ. ആമേൻ. പുതിയ വഴി തുറന്ന യേശുവേ.